എടാ അപ്പു ഇപ്പൊ കുറച്ച് ഇരുട്ടായില്ലേ, നമുക്ക് പടക്കം പൊട്ടിക്കാം. നീ പോയി എടുത്തിട്ട് വാ പടക്കെല്ലാം. ആ ശരി. ഇതെടാ എല്ലാ പടക്കവും. അല്ല നീ പടക്കം പൊട്ടിക്കുന്നില്ലേ? പടക്കം പൊട്ടിക്കണമെന്ന് കരുതിയതാ, ഒരു ഭയം. വേണ്ട, നീ പൊട്ടിച്ചോ. ആരും കാണണ്ട. വിഷു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു, എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള പടക്കം തീർന്നിട്ടില്ല. ഇപ്പോഴും കത്തിക്കലെന്നെ. എടാ മണ്ട, ഇവിടെയുള്ള പരിസരവാസികളുടെ ആരുടെ കയ്യിലത്തെ പടക്കം തീർന്നിട്ടില്ല. നമ്മളിപ്പോഴും കേൾക്കുന്നില്ല അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ പടക്കം പൊട്ടിക്കല്. നീ പൊട്ടിക്ക് പടക്കം. വാ, അടിപൊളി. അങ്ങനെ പൂക്കുറ്റിന്റെ പണി തീർന്നു. ഇനി അടുത്തത് വട്ടക്കൂറ. എടി പേടിണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനീ ഈ തീനാളത്തിന്റെ അടുത്ത് നിൽക്കുന്നേ? കാല് പൊള്ളും. എനിക്ക് കത്തിക്കാനേ പേടിയുള്ളൂ, നോക്കി നിൽക്കാൻ ഇങ്ങനെ ആക്കാനൊന്നും പേടിയില്ല. ഇനി ഏതാ അടുത്തത്? റോക്കറ്റ് വിടാം. കത്തിച്ചിട്ടുണ്ട്, മാറിക്കോ. ഇനി മോന്തേക്ക് വന്ന് വീഴേണ്ടത്. ദേ റോക്കറ്റ് ഊസിപ്പോയി തോന്നണു. ഗുണ്ടു പൊട്ടിക്കടാ. കത്തിച്ചിട്ടുണ്ട്, മാറിക്കോ. ഇനി കരിഞ്ഞു കിട്ടൂലെങ്കിൽ. ഓ പിന്നെ നീ കത്തിക്ക് മോനെ. വാവ്, എന്നാലും ഗുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ പൊട്ടിയില്ല കേട്ടോ. ഇനി അവസാനം ശേഷിക്കുന്നത് പൂക്കുറ്റി. കഴിഞ്ഞു നമ്മുടെ കയ്യിലുള്ള കോട്ട. അപ്പോൾ എന്ത് ചന്താണ് ഇത് കാണാൻ, അല്ലടാ? കഴിഞ്ഞു. ഇനി അടുത്ത വർഷം നമുക്ക് ഈ ചന്തം കാണാം കേട്ടോ. പടക്കം പൊട്ടിക്കലൊക്കെ തീർന്നു. വാ താഴേക്ക് പോകാം. അമ്മയും അച്ഛനില്ലെങ്കിൽ മുകളിലേക്ക് വരും ഇപ്പോൾ. അത് ശരിയാ, വാ പോവാം. കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.